മാനന്തവാടിയിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം മണിക്കൂറുകളായി തുടരുകയാണ്. ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന വാഴത്തോപ്പിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വാഴത്തോപ്പിന്റെ 3 വശത്ത് വളഞ്ഞ് ദൗത്യസംഘമുണ്ട്, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അതിലൊരു വശത്ത് മയക്കുവെടി വെക്കാൻ തയ്യാറെടുത്ത് ഡോക്ടർമാരുടെ സംഘവുമുണ്ട്. പക്ഷേ അവർക്ക് അനുയോജ്യമായ ഒരിടത്തേക്ക് ആന നീങ്ങുന്നില്ല. ആന ആ വാഴത്തോപ്പിനൊത്ത നടുവിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നതാണ്. കല്ലുകളും മറ്റും എറിഞ്ഞുകൊണ്ട് ചെറിയ തോതിൽ ആനയെ ഒന്ന് പേടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പടക്കം പൊട്ടിക്കൊണ്ട് കൂടി ആനയെ അവർക്ക് അനുയോജ്യമായ അവർ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് നീക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്തുന്നുണ്ട്. സുർജിത്ത്, ആനയെ നീക്കാനുള്ള ശ്രമങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. പടക്കം പൊട്ടിച്ച് അങ്ങോട്ടേക്ക് അനുയോജ്യമായ ഇടത്തേക്ക് നീക്കാനുള്ള ശ്രമമാണോ? അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ഈ ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതിന് കൃത്യമായ സ്ഥലം, സന്ദർഭം, അതോടൊപ്പം സമയം, ഇതെല്ലാം തന്നെ ഒത്തിണങ്ങിയാൽ മാത്രമേ ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക സാധ്യമാവുകയുള്ളൂ. അതിൽ സന്ദർഭം കൃത്യമാണ്, പക്ഷേ സമയം മങ്ങുന്നു, കാഴ്ചകൾ മങ്ങി തുടങ്ങുന്നു, ഇരുൾ വീഴാനുള്ള സാധ്യത അടുത്ത സമയത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടണം. ആ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ വാഴത്തോട്ടത്തിലാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. കാരണം ഈ വാഴയുടെ ഇലകൾ കൊണ്ട് ആന മറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ ഉന്നം പിടിക്കാനോ മറ്റും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ദൗത്യസംഘം പല ഭാഗങ്ങളിലായി ചിതറി നിൽക്കുകയാണ്. 3 ഭാഗങ്ങളിലായി ചിതറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിൽ ഡോക്ടർ അജേഷ് മോഹൻദാസ്, ഡോക്ടർ വിഷ്ണു എന്നിവർ, ഡോക്ടർ അജേഷ് മോഹൻദാസും ബയോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണുവും ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് നിൽപ്പുണ്ട്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. പടക്കം പൊട്ടിച്ചുകൊണ്ട് ആനയെ അതിന് പുറത്തേക്ക്, വാഴത്തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പടക്കങ്ങൾ ഇതിനകം പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി നേരത്തെ കല്ലെറിഞ്ഞും അതോടൊപ്പം തന്നെ കമ്പെറിഞ്ഞും ഈ ആനയുടെ ഒരു ദിശ അത് കൃത്യമായ രീതിയിൽ അത് മറ്റൊരു ദിശയിലേക്ക് മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. അതിൽ പരാജയപ്പെട്ടു. ആ പരാജയത്തെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും പടക്കം പൊട്ടിച്ച് പുറത്തു ചാടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആന പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുതന്നെയാണ് ഈ ദൗത്യത്തെ ഏറ്റവും ദുഷ്കരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നത്. എന്തായാലും ദൗത്യം തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂറിനപ്പുറം, ഒരു 1.5 മണിക്കൂറിനപ്പുറം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ആന അതിൻ്റെ വരുതിയിലാകുന്നില്ല. അതായത് പുറത്തേക്ക് എത്തുന്നില്ല. വെടിയുതിർക്കാൻ പാകത്തിന് ആനയെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആന ഇപ്പോഴും വാഴത്തോട്ടത്തിൽ ഉള്ളിൽ തന്നെ പതുങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാഴത്തോട്ടത്തിൽ കേന്ദ്രീകരിച്ച് അകത്തേക്ക് കയറി അതിനെ പുറത്തു ചാടിക്കാൻ ശ്രമം നടത്തി. പക്ഷേ തിരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേർക്ക് അത് ചാർജ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ എന്തായാലും ദൗത്യം തുടരുന്നു. പല ഭാഗങ്ങളിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. പടക്കങ്ങൾ പൊട്ടിച്ച് ആനയുടെ ശ്രദ്ധ മാറ്റാനും അതിനെ പുറത്തേക്ക് ഇറക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ദൗത്യസംഘം തയ്യാറായി തന്നെ പല ഭാഗങ്ങളിലായി ചിതറി തന്നെ നിൽക്കുകയാണ്. പടക്കം എറിയുന്നു, തുടർച്ചയായി പടക്കം എറിഞ്ഞ് കത്തിച്ചെറിഞ്ഞുകൊണ്ട് അത് ആനയെ പുറത്ത് ചാടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു വിജനമായ പ്രദേശം കിട്ടണം. ആ വിജനമായ പ്രദേശത്ത് കൃത്യമായ രീതിയിൽ തന്നെ ആനയെ കിട്ടിയാൽ മാത്രമേ മയക്കുവെടി ഉതിർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഈ പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ആനയെ പുറത്തേക്ക് ഇറക്കാനുള്ള, ആന ഇപ്പോൾ അത് വലിയ രീതിയിൽ ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശബ്ദം ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പടക്കം തുടർച്ചയായി പൊട്ടിക്കുമ്പോഴും ആന ചാർജ് ചെയ്യുകയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആനയെ ഒരു വിസിബിളായിട്ടുള്ള പ്രദേശത്തേക്ക്, അതായത് ഈ വാഴത്തോട്ടത്തിന് പുറത്തേക്ക് ഇറക്കിയാൽ മാത്രമേ വെടിയുതിർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രതിസന്ധി. അങ്ങനെ കിട്ടിയാൽ മാത്രമേ, സമയം വൈകുന്തോറും അത് ഈ പ്രശ്നത്തെ, അതായത് ഈ ദൗത്യത്തെ സങ്കീർണമായി ബാധിക്കും. പ്രത്യേകിച്ച് വയനാടിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇരുൾ വീഴുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഇരുൾ വീണ് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും ഈ ആനയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വനംവകുപ്പിനുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ ദൗത്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോഴും വാഴത്തോട്ടത്തിൽ തന്നെയാണ്. ഒരു ഭാഗത്തുനിന്ന് പടക്കം എറിഞ്ഞ് അതിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ, അതായത് വിജനമായ ഒരു പ്രദേശത്തേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആന പുറത്തേക്ക് ഇറങ്ങി വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എല്ലാവരോടും മാറി നിൽക്കാനുള്ള നിർദ്ദേശമടക്കം നൽകുന്നു. കൃത്യമായി എല്ലാവരോടും മാറി നിൽക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നു.
ഡാർട്ട് ചെയ്യുന്ന സംഘം മാത്രം മറുഭാഗത്തായി നിലയുറപ്പിക്കുന്നു. അങ്ങനെ ആനയെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തിച്ച ശേഷം വെടി ഉതിർക്കുക എന്നുള്ള ആ ഒരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് കടക്കുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അല്ലാതെ അത് പുറത്ത് കിട്ടിയാൽ മാത്രം ആന പുറത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നു. ആ വാഴകൾ ഇളകുന്ന ദൃശ്യം കാണുന്നുണ്ട്. തിരിഞ്ഞോടുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രതിസന്ധി. എന്തായാലും ആന തിരിഞ്ഞ് ആ ഭാഗത്തേക്ക്, അതായത് നേരത്തെ നിലയുറപ്പിച്ച ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞോടുകയാണ് ചെയ്യുന്നത്. പടക്കം കൂടുതലായി പൊട്ടിക്കുന്നു. അതിനെ വിജനമായ പ്രദേശത്തേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നു. പക്ഷേ ആന പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് വന്നാൽ മാത്രമേ വെടിയുതിർക്കൽ സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഇന്നത്തെ ദൗത്യത്തെ വലിയ രീതിയിലുള്ള പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ആന വാഴത്തോട്ടത്തിൽ തന്നെയാണ്. നമുക്ക് ആന വാഴകൾ പിഴുതെറിയുന്ന ആ തരത്തിലുള്ള കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ കഴിയും. പക്ഷേ അത് ക്യാമറയിൽ അത്രത്തോളം ദൃശ്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ ആന നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രം മാറി വാഴത്തോട്ടത്തിനകത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പടക്കങ്ങൾ പൊട്ടിച്ച് അതിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ആ ഒരു ദൗത്യമാണ് നടത്തുന്നത്. ഒരു ഭാഗത്ത് ബയോളജിസ്റ്റ് ജിഷ്ണു ഉൾപ്പെടെയുള്ളവരുടെ സംഘം നിൽക്കുന്നു. മറുഭാഗത്ത് ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ വെറ്റിനറി ഫോറസ്റ്റ് ഓഫീസർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സജ്ജമായിരിക്കുന്നു. വെടിയുതിർക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും സജ്ജമായി നിൽക്കുന്നുണ്ട് ഈ സംഘം. പക്ഷേ അതിനെ ഒരിക്കലും വെടി വെക്കാനുള്ള ഒരു ഉചിതമായൊരു സന്ദർഭം, കൃത്യമായ സമയമെങ്കിലും സന്ദർഭം ലഭിച്ചിട്ടില്ല, സ്ഥലവും ലഭിച്ചിട്ടില്ല. അതാണ് അവസ്ഥ. വിജനമായ പ്രദേശത്തല്ലാത്ത പക്ഷം വെടിയുതിർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഴത്തോട്ടത്തിലേക്ക് വെടിയുതിർക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സജ്ജമായി അവിടെ ഈ സംഘം ഇരിക്കുന്നു. പടക്കം പൊട്ടിച്ച് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നു. വാഴത്തോട്ടത്തിൽ ഒരു സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമകരമായ ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുന്നു. സജ്ജമായി വെടിയുതിർക്കാനുള്ള സംഘം തയ്യാറായി ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആന ഈ വാഴത്തോട്ടത്തിനകത്ത് തന്നെയാണ് ഉള്ളത്. വാഴത്തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് സംഘം കടക്കുന്നു. ഇതിന് ശേഷമാകും ഒരുപക്ഷെ വെടിയുതിർത്ത ശേഷം ഉടൻ തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഉണ്ടാവുക. അതിനുവേണ്ടിയുള്ള കുങ്കിയാനകളും ഒപ്പം തന്നെ 3 കുങ്കിയാനകളും അതോടൊപ്പം ഈ ആനിമൽ ആംബുലൻസും സജ്ജമാണ്. ലോറിയിൽ ആണ് അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. വടം വെച്ച് കെട്ടിക്കൊണ്ട് അതിനകത്തേക്ക് കയറ്റി അവിടെ നിന്നും ഇതിനെ നേരെ മുത്തങ്ങ വഴി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് വിടാനുള്ള ശ്രമമാകും നടത്തുക. അതിൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ പരിശോധിച്ചായിരിക്കും അങ്ങനെ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുക. എന്തായാലും കൂടുതൽ പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സജ്ജരായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സജ്ജരായി നിൽക്കുന്നു. ആന പുറത്തേക്ക് വരുന്ന രീതിയിൽ, അതായത് ഏതാണ്ട് അടുത്ത് തന്നെ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വെടിയുതിർക്കാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സജ്ജരായി തയ്യാറായിരിക്കുന്നു. ആന ഏതാണ്ട് പുറത്തേക്ക് എത്താനുള്ള തരത്തിൽ വാഴത്തോട്ടത്തിനുള്ളിൽ തന്നെ ആണ്. പക്ഷേ അത് വിജനമായ പ്രദേശത്തേക്ക് എത്തുന്നില്ല. അത് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പടക്കം പൊട്ടിക്കുകയാണ്. പടക്കം പൊട്ടിച്ച് അതിനെ പുറത്ത് ചാടിക്കുകയാണുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരാളോടും മിണ്ടരുത് എന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുകയാണ്. അതായത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടൻ തന്നെ വെടിയുതിർക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികം ശബ്ദം ഉണ്ടാക്കരുതെന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കൂടുതൽ പടക്കങ്ങൾ പൊട്ടിച്ച ശേഷം ഇവിടെ നിന്നും പുറത്തേക്ക് ചാടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിക്കുകയാണ്. തുരുതുരെ പടക്കം പൊട്ടിച്ചുകൊണ്ട് അതിനെ ഇവിടേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അതിനെ കൃത്യമായ രീതിയിൽ ഉചിതമായ സന്ദർഭത്തിൽ കിട്ടിയാൽ മാത്രമേ വെടിയുതിർക്കാൻ സാധിക്കുകയുള്ളൂ.